പഴങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ. പക്ഷെ എല്ലാ പഴങ്ങളും നമ്മുടെ ശരീരത്തിലത്തെ ഏജിങ്ങിന്റെ പ്രോസസ്സിനെ കുറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചില പ്രത്യേക ഫ്രൂട്ട്സുകൾ നമ്മൾ ശരിയായിട്ടുള്ള അളവില്, ശരിയായിട്ടുള്ള രീതിയിൽ, ശരിയായിട്ടുള്ള സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിനെയും ഏജിങ്ങിനെയും ഹോർമോൺസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ശരീരത്തിൽ ഇപ്പൊ എന്തെങ്കിലും ചുളിവുകൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുമ്പോഴാണ് നമുക്കൊരു ഏജിങ് പെട്ടെന്ന് ഉണ്ടാകുക. ഈ ഒരു ഏജിങ്ങിനെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആന്റി ഓക്സിഡൻസ്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ ധാരാളം ആന്റി ഓക്സിഡൻസിന്റെ ഗുളികകളും ഇഞ്ചക്ഷൻസും ധാരാളം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഞാൻ ആ ട്രീറ്റ്മെന്റിന്റെ കാര്യമല്ല പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു ആന്റി ഓക്സിഡൻസ് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട്സ്. കൃത്യമായിട്ട് ഒരു വ്യക്തി നല്ല രീതിയിൽ ആളുടെ ഫുഡിൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആളുടെ സ്കിന്നിൽ ആ ഒരു ചേഞ്ചസ് കാണാൻ പറ്റും, ഒരു ഗ്ലോ കാണാൻ പറ്റും, എനർജി നല്ല രീതിയിൽ കൂടുതലായിട്ടും ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബൂസ്റ്റ് ആയിട്ടും തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തില് ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ള അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി കൂടുതലായിട്ടുള്ള ലോ ഗ്ലൈസമിക് ഇൻഡെക്സ്, ഷുഗർ സ്പൈക്ക് ചെയ്യാൻ അത്രയും സ്പൈക്ക് ചെയ്യാത്ത ഒരു 5 ഫ്രൂട്ട്സ്, 5 അല്ല 6 ഫ്രൂട്ട്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ട് കിട്ടുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിത്യമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. അപ്പൊ നമ്മുടെ ആദ്യത്തെ വളരെ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ആന്റി ഏജിങ്ങിന്റെ പവർ ഹൗസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക. വൈറ്റമിൻ സി ലോഡഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സ്കിന്നിന്റെ കൊളാജനെ നന്നായിട്ട് കൂട്ടുന്നതിനും ലിവറിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്ത് വെക്കാനും വളരെ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. എങ്ങനെ ഇത് കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ വെറും വയറ്റില് രാവിലെ എന്നും വെറും വയറ്റിൽ ഒരു നെല്ലിക്ക നിങ്ങൾക്ക് പച്ചയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം, കുഴപ്പമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് ശേഷം ഒരു 1-2 മണിക്കൂറിന് ശേഷം ഒരു നെല്ലിക്ക നിങ്ങൾക്ക് കഴിക്കാം. ഏതെങ്കിലും ഫോമിൽ നിങ്ങൾ കഴിക്കാം. പക്ഷേ നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചില ആളുകൾ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ 3-4 നെല്ലിക്ക ഒരുമിച്ചെടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഷുഗർ ഒക്കെ ഡ്രോപ്പ് ആയിട്ട് വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഷുഗർ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതുപോലെ ചില ആളുകൾ ഇത് അരിച്ചു കുടിക്കുന്നവരും ഉണ്ട്. അരിക്കുന്നതിലൂടെ ഇതിലത്തെ ഫൈബർ പോവാണ് ചെയ്യുക. പ്രത്യേകിച്ച് നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല. അങ്ങനെയും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിപ്പോ പച്ചയ്ക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നവരാണ്, പച്ചയ്ക്ക് കഴിക്കുമ്പോൾ പല്ലിലൊരു ചെറിയ പുളിപ്പൊക്കെ തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ തോരനൊക്കെ ഉണ്ടാക്കുമല്ലോ, തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയിട്ട് നടുക്കിൽ വെക്കുക. എന്നിട്ട് നമ്മൾ പാത്രം ഇങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റീം ആവും, അതായത് ഒന്ന് ആവി കയറും. ആവി കയറുന്ന സമയത്ത് അത്രയും പുളിപ്പുണ്ടാവില്ല കടിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. ഏതെങ്കിലും ഫോമിൽ ഉള്ളിലേക്ക് കഴിക്കാന്നുള്ളൂ. ദിവസത്തില് ഒരു നെല്ലിക്ക കഴിച്ചാലും മാത്രം മതി. ഒരു 3-5, അതായത് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് 3-4 കഴിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. കിഡ്നിയിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സ് ഇപ്പൊ പറയാണ് ഇത് കഴിക്കരുതെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കാനും കൂടി നോക്കുക. കിഡ്നിയിൽ സ്റ്റോൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഫോർമേഷൻ കൂടാനുള്ള ചാൻസസും ഉണ്ട്. ഇവിടെ ഞാൻ പറയുന്ന ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യത്തെ ഒരു ഫോമാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ബ്ലൂബെറി അല്ലെങ്കിൽ ഡാർക്ക് ബെറീസ്. ഇതും ഒരു ആന്റി ഏജിങ്ങിന്റെ കിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും കേട്ടോ. ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ നന്നായിട്ട് കൂട്ടുന്നതിനും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലത്തെ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും സ്കിന്നിന്റെ ഡാമേജിനെ നന്നായിട്ട് കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്ന ഒന്നും കൂടിയാണ്. പക്ഷേ എല്ലാവർക്കും ഇത് കിട്ടണം എന്നൊരു നിർബന്ധവും ഇല്ല. പക്ഷെ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ രാത്രി ഉണ്ടല്ലോ ഒരു 5-6 ബ്ലൂബെറി നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും വയറ്റിൽ അങ്ങനെ കഴിക്കാം. അല്ലാതെ നിങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആണ് നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, കറുത്തിട്ടുള്ള മുന്തിരി അല്ലെങ്കിൽ ഉണക്കമുന്തിരി കറുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ രാത്രി കുതിർത്തിട്ട് രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും വയറ്റിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തിരുമിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ എഗെയിൻ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നോക്കിയും കണ്ടൊക്കെ കഴിക്കാനും കൂടി നോക്കും. മൂന്നാമത്തെയാണ് മാതളം. ഈ മാതളം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഏജിങ്ങിനെ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകളില് ഈസ്ട്രോജൻ നന്നായിട്ട് കുറഞ്ഞു വരുന്ന സമയത്ത് അവരുടെ സ്കിൻ നന്നായിട്ട് ഡൾ ആയിട്ട് വരും. പ്രത്യേകിച്ച് മെനോപോസ് ഒക്കെ ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ കാണാൻ പറ്റും, സ്കിന്നൊക്കെ ഒരു ഡൾ ആയിട്ട് ഇരിക്കുന്നത് പോലെ, ഒരു എനർജി ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. അതുപോലെ PCOD കണ്ടീഷൻസിനും തൈറോയിഡ് കണ്ടീഷൻസിനൊക്കെ
ഹോർമോൺസിന്റെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ കണ്ടുവരുന്നവർക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിലത്തെ പോളിഫിനോൾസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഹോർമോൺസിനെ മാനേജ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഒരു മാതളം ദിവസത്തിൽ ഉൾപ്പെടുത്താനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കൊളാജൻ പ്രൊഡക്ഷൻ ഫ്രൂട്ട് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് പേരക്കായ. ഇതിൽ വൈറ്റമിൻ സി മാത്രമല്ല ഫൈബറിന്റെ കണ്ടന്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഷുഗർ സ്പൈക്ക് അത്രയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സ്കിൻ ഇങ്ങനെ സാഗ് ചെയ്ത് വരില്ലേ, തൂങ്ങി വരില്ലേ, ഇതിനൊക്കെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നും കൂടിയാണ്. അപ്പൊ ദിവസത്തിലെ ഒരു പേരക്കായ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താനും കൂടി നോക്കുക. മറ്റ് പല ഫ്രൂട്ട്സുകളും ഷുഗർ സ്പൈക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ നെല്ലിക്ക, പേരക്കായ ഇതൊക്കെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഉൾപ്പെടുത്താനും കൂടി നിങ്ങൾ നോക്കുക. അഞ്ചാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് പപ്പായ. പപ്പായയിൽ പപ്പൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ ഡെഡ് സെൽസിനെ കുറയ്ക്കാനായിട്ട് നല്ലൊരു കാര്യം കൂടിയാണ്. പിന്നെ നമ്മുടെ ദഹനത്തിനെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. ദഹനം നന്നായിട്ട് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിനെയാണ് റിഫ്ലക്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഡൾ ആയിട്ടിരിക്കുന്ന സ്കിന്നൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ എന്നും കഴിക്കണം നിർബന്ധമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു 1-2 വട്ടമെങ്കിലും നിങ്ങൾ പപ്പായ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ നമുക്ക് തരുന്നതിനും കുറച്ചൊന്ന് സ്കിന്നൊന്ന് റിഫ്രഷ് ആയിട്ടിരിക്കാനും നല്ലൊരു കാര്യം കൂടിയാണ്. ഉള്ളിലേക്ക് മാത്രമല്ല പുറത്തും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഫേഷ്യൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഡെഡ് സെൽസിനൊക്കെ നന്നായിട്ട് നീക്കം ചെയ്തിട്ട് ഒരു ക്ലെൻസർ പോലെ ഇത് ആക്ട് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നതും കൂടിയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ അവസാനത്തെ ആറാമത്തെ ഒരു ഫ്രൂട്ടാണ് പലരും അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, മറ്റൊന്നുമല്ല, വാഴപ്പഴം, പഴം. ഈ പഴം എന്തുകൊണ്ടാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതില് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പൊട്ടാഷ്യം നമ്മുടെ ശരീരത്തിലത്തെ സ്ട്രെസ്സിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ഒരു എനർജി നമുക്കൊരു ബൂസ്റ്റ് നൽകാനും വളരെ നല്ലൊരു കാര്യം കൂടിയാണ്. നമ്മൾ എല്ലാവരും ഏജ് ആകുന്നത് നമുക്ക് തടയാനൊന്നും പറ്റില്ല. പക്ഷെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏജ് ആകുന്നതിൽ ഈ ഒരു വാഴപ്പഴം നമ്മളെ സഹായിക്കുന്ന ഒന്നും കൂടിയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള 6 ഫ്രൂട്ട്സിൽ എഗെയിൻ ഞാൻ ക്ലാരിഫിക്കേഷൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. എല്ലാ കാര്യങ്ങളും അമൃതാണെന്ന് പറഞ്ഞാലും അതിനനുസരിച്ചുള്ള സൈഡ് എഫക്റ്റും ഓരോ കാര്യത്തിനും ഉണ്ടാകും, ഓരോ ആളുകളുടെ ശരീരത്തിനും ഉണ്ടാകും. ഷുഗർ പേഷ്യൻസ് ആണോ, കിഡ്നി പേഷ്യൻസ് ഉണ്ടോ, ദഹനത്തിന് പ്രശ്നങ്ങളുണ്ടോ, ഏതാണ് സ്യൂട്ടാകാന്ന് വെച്ചാൽ അത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റു പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കും കൂടിയാണ് ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കുന്നവരുണ്ട്. ആ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ അരിച്ച് കഴിക്കുമ്പോൾ അതിലത്തെ ഫൈബർ മുഴുവനും പോകും. പിന്നെ അതിലത്തെ ഗ്ലൂക്കോസ് ലെവൽ, ഷുഗർ ലെവൽ കുറച്ചൊന്നും കൂടാനും ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു ഉപകാരം ഒന്നും ഉണ്ടാകില്ല. അപ്പൊ ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ഹോൾ ഫ്രൂട്ട് ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക, അത് ഏത് ഫ്രൂട്ട് ആണെങ്കിലും. പിന്നെ രാത്രി നിങ്ങൾ കഴിക്കുക ഫ്രൂട്ട് ഒരു 6 മണിക്ക് ശേഷം. ആയുർവേദ പ്രകാരം നമ്മൾ 6 മണിക്ക് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്നത് അത്രയും നമ്മൾ സേഫർ ആയിട്ട് പറയില്ല. ശരീരത്തിൽ ദഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വളരെയധികം ചാൻസസ് ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു തെറ്റും നിങ്ങൾ ചെയ്യരുത്. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി മീലിന്റെ കൂടെ, ഇപ്പൊ നിങ്ങൾ ഹെവി ആയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കുക, അതിന്റെ കൂടെ ഒരിക്കലും നിങ്ങൾ ഫ്രൂട്ട് മിക്സ് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് കുറച്ചൊരു ഗ്യാസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും വയറ്റിൽ കഴിക്കാം, അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂർ, ഒരു മിഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയില്ലേ, ആ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈം, 6 മണിക്ക് മുന്നേ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്, അതിന്റെ കൂടെ ചായ ഒന്നും കൂടെ കഴിക്കരുത് കേട്ടോ. അങ്ങനെയായിട്ടും ആ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട് ആഡ് ചെയ്യാവുന്നതും കൂടിയാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏജിങ്ങൾ കുറയ്ക്കാനായിട്ട് കുറെ ക്രീമും ഇഞ്ചക്ഷൻസും മാത്രമല്ല, നമ്മുടെ കിച്ചണിൽ അതിൽ കിട്ടുന്ന സൊല്യൂഷനിലും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന്റെ കൂടെ നിങ്ങളുടെ സ്ലീപ്പ്, ഉറക്കം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നന്നായിട്ട് ബോഡിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് കൂടി നോക്കുക. ഭക്ഷണത്തിന് മറ്റു പല പച്ചക്കറികളും അതുപോലെ തന്നെ മറ്റു പല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കുക. സ്ട്രെസ് ലെവൽ ഉള്ളവരാണെങ്കിൽ അതിനെയും കുറയ്ക്കാനും കൂടി നോക്കുക. ഇത്രയും പറഞ്ഞ എല്ലാ കോമ്പിനേഷൻസും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഏജിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.